AMMA തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികൾ പ്രചാരണ തിരക്കിലായി. പ്രധാന താരങ്ങളില്ലാത്ത തെരഞ്ഞെടുപ്പ് AMMയുടെ ചരിത്രത്തിലാദ്യമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധം പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന മത്സരം കൂടിയാണിത്. AMMയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വലിപ്പച്ചെറുപ്പമില്ലാതെ മത്സരരംഗത്തേക്ക് അനായാസം ഇത്രയും പേർ കടന്നുവന്നതും ഇതാദ്യം. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇത്രയേറെ ഉയർന്ന മറ്റൊരു തെരഞ്ഞെടുപ്പ് AMMയിൽ ഉണ്ടായിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാരോപിച്ച് അൻസിബ ഹസൻ അനൂപ് ചന്ദ്രനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. മോശം പരാമർശങ്ങളുമായി നാസർ ലത്തീഫിന്റെ വീഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ട്. മറുപടിയായി ജയൻ ചേർത്തലയിട്ട വീഡിയോയും എത്തി. ആരോപണ വിധേയനായ ബാബുരാജിനെ എതിർത്തും അനുകൂലിച്ചും പലരും രംഗത്തു വന്നു. പരസ്പരം ഇങ്ങനെ ചെളിവാരിയെറിഞ്ഞുള്ള ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് AMMയിൽ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമായി. ഗ്രൂപ്പ് തിരിഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തുന്ന വീഡിയോകളും എത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് കുറ്റാരോപിതർ ഭരണസമിതിക്കുള്ളിൽ വന്ന സാഹചര്യത്തിലാണ് വീണ്ടും തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. അതിൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരാനുള്ള സാധ്യത ഒരു പരിധിവരെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സംഘടനയ്ക്ക് സഹായകമാകും. റിപ്പോർട്ടർ, കൊച്ചി.